കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്നേഹിക്കാം, ഈശോയുടെ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം ഈ ആരാധനയിൽ നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പറയാനും പങ്കുവയ്ക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. തീർച്ചയാണ് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെച്ചാൽ ഒരിക്കലും തീരുകയില്ല. അത്ര കണ്ട് പ്രശ്നങ്ങളും അത്ര കണ്ട് സങ്കടങ്ങളും അത്ര കണ്ട് സ്വകാര്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒന്നിടപെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളില്ലേ, ആ വിഷയങ്ങളെ ഒന്ന് കർത്താവിന് പ്രത്യേകം കൊടുത്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദൈവം കരുണ കാണിച്ചിരുന്നെങ്കിൽ പണ്ടേ വലിയ സമാധാനവും സന്തോഷമൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞേനെ എന്ന് വിചാരിക്കുന്ന ചില ജീവിതത്തിൻ്റെ മേഖലകളില്ലേ, കുടുംബാംഗങ്ങളുടെ ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ മേൽ തമ്പുരാന്റെ കരുണ വർഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളില്ലേ. ഒരുപക്ഷെ രോഗിയായ അപ്പം കുടുംബത്തിലുണ്ടാകാം, രോഗിയായി തീർന്ന അമ്മ കുടുംബത്തിലുണ്ടാകാം, പക്ഷേ ജീവിത പങ്കാളിയാകാം ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയത്. പക്ഷെ മക്കളെ ഓർത്തായിരിക്കാം വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ രോഗികളായി തീർന്ന കുഞ്ഞുങ്ങളുണ്ടാകാം, അവരെ ഓർത്തായിരിക്കാം സങ്കടപ്പെടുന്നത്, വേദനിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകൾ എന്തുവാകട്ടെ, അവസ്ഥകളെ കർത്താവിന് കൊടുക്കുക. നിങ്ങൾ പേറുന്ന ജീവിതത്തിൻ്റെ ഭാരം ദുഃഖം എന്താകട്ടെ, അത് ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ്ലീഹ പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ. എൻ്റെ കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥകൾ, എൻ്റെ ദൈവമേ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ എന്ന് കർത്താവിനോട് പറ. നിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇയാൾ താരയാണ്. ഇയാൾ താര വിട്ട് നിനക്കൊരു പരിഹാര മാർഗമില്ല. നിന്റെ ഏതു പ്രശ്നങ്ങളാകട്ടെ, ചെറുതോ വലുതോ ആകട്ടെ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, പരിഹാരം ഇയാൾ താരയാണ്. ഇയാൾ താര വിട്ട് നിനക്കൊരു പരിഹാരമില്ല, നിനക്കൊരു ഉത്തരവില്ല. ഇയാൾ താരയിലേക്ക് നിന്റെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെയും പ്രതിസന്ധികളെല്ലാം സമർപ്പിക്കുക. കർത്താവേ, നിന്റെ വലിയ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തടസ്സം നേരിടുന്ന ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ജീവിതം വല്ലാതെ കണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ ഒഴുകിയിറങ്ങട്ടെ. ആവശ്യങ്ങളെല്ലാം കർത്താവിന് കൊടുക്കാം. നിങ്ങളുടെ ഭാവി ജീവിതം, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ജീവിത പങ്കാളി ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കൾ അവരുടെ രോഗാവസ്ഥകൾ ഓർത്തൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാ അവസ്ഥകളും കർത്താവിന് കൊടുത്തിട്ട് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ഈശോയോട് പറ, ഈശോയെ, നീ മാത്രമാണ് എൻ്റെ പരിഹാര മാർഗം, നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. തമ്പുരാനെ, നീ എനിക്ക് ഉത്തരം തരാൻ പറ, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ.
എൻ്റെ പ്രതിസന്ധിക്ക് കർത്താവ് നീ പരിഹാരം ചെയ്യാൻ പറ. കർത്താവിനെ കണ്ണ് തുറന്ന് കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. കർത്താവേ, എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാ ഇനി മുന്നോട്ട് പോകണ്ടേന്ന്. എല്ലാ മേഖലകളിലും ഒരു മരവിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥകൾ, ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, എല്ലാറ്റിലും ഒരു സുഹൃത ജീവിതത്തിലൊക്കെ ഒരു മരവിപ്പ്, ഒരുതരം മരവിപ്പ് അനുഭവപ്പെടുന്നവര് പ്രത്യേകം നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുത്തു പ്രാർത്ഥിക്കുക. ഈ അവസ്ഥയിൽ കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കട്ടെ. ആത്മാവിൽ നഷ്ടപ്പെട്ടു പോയ തീഷ്ണത കർത്താവ് തിരിച്ചു തരട്ടെ. മാന്ദ്യം കൂടാതെ ശുശ്രൂഷാ ജീവിതത്തിലും സുവിശേഷ ജീവിതത്തിലൊക്കെ ഒരു മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഏതെങ്കിലും മേഖലയിൽ ഒരു മരവിപ്പ്, ശുശ്രൂഷ ചെയ്യാൻ ഒരു മരവിപ്പ്, പ്രാർത്ഥിക്കാൻ ഒരു മരവിപ്പ്, കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്ന മേഖലയിൽ ഒരു മരവിപ്പ്, അവരോട് സഹതാപം കാണിക്കുന്നതിൽ അല്ലെങ്കിൽ അനുകമ്പ കാണിക്കുന്നതിൽ ഒരു മരവിപ്പ്, നിന്റെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിലൊക്കെ ഒരു മരവിപ്പുണ്ടോ? ഈശോയോട് പറ, കർത്താവേ ഈ വിഷയത്തിൽ നീ ഇടപെടാൻ പറ. തമ്പുരാനെ ഈ വിഷയം നീ ഏറ്റെടുക്കാൻ പറ. തമ്പുരാനെ എൻ്റെ ആത്മാവിൽ ഒരു ജ്വലനം തരണമേ എന്ന് പറ. ഒരു ജ്വലനം എനിക്ക് തരണമേ, ഒരു ജ്വലനം എനിക്ക് തരണം. ഈശോയോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നതോടൊപ്പം ഇവരാർക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പുണ്ടോ ഈശോയെ, അവരെല്ലാം ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ മേലെ എല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഏറ്റെടുക്കണമേ. ഒരാളെ പോലെ നീ വെറും കൈയോട് പറഞ്ഞയക്കരുതേ. ഇവിടെ കുടുംബാംഗങ്ങൾ വിദൂരത്തുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്, ഇവിടെ കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. കർത്താവെ, ആത്മീയ മന്ദത ബാധിച്ച എല്ലാ ആത്മാക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടേണ്ട ചില വിഷയങ്ങളില്ലേ? ആ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. സാമ്പത്തിക വരുമാന മാർഗങ്ങളെ പ്രത്യേകം ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും കർത്താവിന് കൊടുക്കുക. അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവികാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.